അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായിട്ടുള്ള വിശ്വാസിയാണ്, ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും ഉത്തമനും. അപ്പം മോമിനീങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഉത്തമനായിട്ടുള്ള മുഅ്മിന് ഖവിയായിട്ടുള്ള മുഅ്മിനാണ്, ലൈഫായിട്ടുള്ള മുഅ്മിനേക്കാൾ. എന്നാലോ വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട് എന്നാണ്. അപ്പോൾ രണ്ട് ടൈപ്പായിട്ട് മുഅ്മിനീങ്ങളെ മാറ്റുകയാണ്. ഒന്ന് നല്ല പവർഫുള്ളായിട്ടുള്ള നല്ല ശക്തരായിട്ടുള്ള മുഅ്മിനീങ്ങൾ, രണ്ടാമത്തത് ലൈഫായിട്ടുള്ള മുഅ്മിന്. നമ്മൾ ശക്തനായിട്ടുള്ള മുഅ്മിനാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതെങ്ങനെയാണ് പരിശോധിക്കുക? ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടോ, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാം അവരെ വെറുതെ അങ്ങ് വിടുമെന്ന്? ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ പരീക്ഷിക്കാതെ വെറുതെ നാം വിടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അപ്പം ഈമാനുണ്ട് എങ്കിൽ നമ്മളെ അള്ളാഹു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾക്ക് എത്രത്തോളം ആ ഈമാനിന് കൂവത്തുണ്ട് എന്ന് അള്ളാഹ് ടെസ്റ്റ് ചെയ്യും. അപ്പം പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മുടെ ഈമാനിനെ പവർഫുൾ ആണോ അല്ലേ എന്ന് നോക്കാനുള്ളതാണ്. അപ്പം അള്ളാഹു നമ്മളെ എങ്ങനെയൊക്കെ പരീക്ഷിക്കും? നമ്മുടെ നഫ്സിന് കുറേ സുഖങ്ങൾ മുന്നിലിട്ടുകൊണ്ട് പരീക്ഷിക്കും. നമ്മൾക്ക് വേണമെങ്കിൽ ഏത് തെറ്റും ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി നിൽക്കും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കൂവത്തുള്ള മൂമിനാണ് എന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെയൊക്കെ അയാൾ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ നഫ്സിന് സുഖമുള്ള കാര്യങ്ങൾ മുന്നിലിട്ടുകൊണ്ട്, അതുപോലെ തന്നെ ശൈത്താൻ നമ്മുടെ മനസ്സിൽ പല രീതിയിലുള്ള വസ്വാസുകൾ ഇട്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണ്ട, സുന്നത്ത് നിസ്കരിക്കണ്ട, ദിക്റുകൾ ചൊല്ലണ്ട, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ആ ഒരു രീതിയിൽ ഈ ഹിജാബ് ഇട്ട് അങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ നമ്മുടെ നഫ്സിൽ ശൈത്താൻ്റെ വസ്വാസ് ഇട്ടുകൊണ്ട് പരീക്ഷിക്കും. അതുപോലെ തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകിക്കൊണ്ട്, നമ്മുടെ ഭർത്താവിനെ മരണപ്പെടുത്തിക്കൊണ്ട്, രോഗങ്ങൾ ബാധിപ്പിച്ചുകൊണ്ട്, കടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ വരുത്തിക്കൊണ്ട്, മക്കളിൽ രോഗങ്ങൾ നൽകിക്കൊണ്ടൊക്കെ പരീക്ഷിക്കും. അങ്ങനെ ഏതു രീതിയിലും നമ്മളെ അള്ളാഹു പരീക്ഷിക്കും. ഈ പരീക്ഷണം നമ്മുടെ ഈമാനിന് കൂവത്തുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മാറേണ്ടത് നല്ല കൂവത്തുള്ള ഈമാനിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഈമാനിന് കൂവത്തുണ്ടാവണമെങ്കിൽ ഒന്ന്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അലീമാണ്, അള്ളാഹു ബസീറാണ് എന്നുള്ള ഈ രണ്ട് ഇസ്മ മനസ്സിലാക്കിയ ഒരാൾ തെറ്റ് ചെയ്യാൻ അയാൾക്ക് തോന്നില്ല. കാരണം അള്ളാഹു അലീമാണെന്ന് പറയാണ്. ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഈ ഇസ്മ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ, എൻ്റെ മക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലും, നാട്ടുകാരറിഞ്ഞിട്ടില്ലെങ്കിലും, കുടുംബക്കാരറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, ബസീറാണല്ലോ അള്ളാഹു ഷാഹിദാണ്, അള്ളാഹു ഈ പ്രവൃത്തി ഇതിന് സാക്ഷിയാണല്ലോ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് എന്നോട് ഈ ഒരു തെറ്റ് ഞാൻ ചെയ്തതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും? അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ ഇസ്മുകൾ നമ്മൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ നല്ല പവർഫുള്ളായി, നല്ല ശക്തിയുള്ളതായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈമാൻ കൂവത്തുള്ളതാക്കി മാറ്റാൻ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിലെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കും.
മൂന്നാമതായിട്ട് നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മയ്യത്ത് കട്ടിലിൽ കിടത്തി കൊണ്ടുപോകുന്ന സമയത്ത് മയ്യത്ത് രണ്ട് രീതിയിലായിരിക്കും പ്രതികരിക്കുക. ഒന്ന്, എന്നെ വേഗം കൊണ്ടുപോകാൻ പറയും. രണ്ടാമത്, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അതിനു മുമ്പ് മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്നൊരു സമയം. ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക. നമ്മൾ വിജയിയാണോ, നമ്മൾ സ്വർഗത്തിലേക്കുള്ള ആളാണോ, നമ്മൾ നരകത്തിലേക്കുള്ള ആളാണോ? അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അമൽ സ്വാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വർദ്ധിക്കും. അതനുസരിച്ച് നമ്മുടെ ഈമാൻ ഖുവത്തുള്ളതായിട്ട് മാറും. പിന്നീട് നമ്മുടെ ഖബറിൽ വെച്ച് നമ്മുടെ മക്കൾ പിരിഞ്ഞു പോകും, കുടുംബക്കാർ പിരിഞ്ഞു പോകും. എല്ലാവരും പിരിഞ്ഞ് ഖബറിലെ ആ ഒരു മണ്ണിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ വർത്തമാനം എന്താണെന്ന് ചോദിക്കാൻ വാട്സപ്പിൽ ആരും മെസ്സേജ് അയക്കൂല, നമ്മളെ ആരും ഫോൺ വിളിക്കൂല. നമ്മുടെ ആ സമയത്ത് ഞാനിപ്പോൾ ഖബറിലാണ് കിടക്കുന്നത് എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാനോ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാനോ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ ഏകാഗിയായിട്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് ചെയ്ത നന്മകൾ അത് നമുക്കവിടെ സന്തോഷമായിട്ട് മാറും. നമ്മൾ തിന്മകളാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് നമുക്കവിടെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു സംഗതി ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിച്ചു വരും. അതുപോലെ ഈ ഖബറിൽ നിന്നൊക്കെ എഴുന്നേറ്റ് അന്ത്യനാളെത്തുന്ന സമയത്ത് കൽ ഫറാഷിൽ മബ്സൂസ്, ഈയാമ്പാറ്റകളെപ്പോലെ ഖബറിൽ നിന്ന് മനുഷ്യർ പുറത്തേക്ക് വരും. എന്നിട്ട് മഹ്ശറ മൈതാനത്ത് വെച്ച് ഒരുമിച്ച് കൂടുന്ന സമയത്ത് എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്ന നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾക്ക് ആലോചനയില്ലാതെ ആകുന്ന സമയമാണത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് നല്ല ചിന്തയുണ്ടല്ലോ. വീട്ടിൽ ഉള്ള നമ്മുടെ മക്കളെക്കുറിച്ച് അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കുട്ടികളെക്കുറിച്ച് തന്നെ കുട്ടികളിപ്പോൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലെ ഒരു മുഖ്യമായ സമയവും അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിന്തയായാലും നമ്മൾ പ്രവർത്തിക്കുന്നതായാലും ഒക്കെ മക്കളുടെ ആ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, മക്കൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കൂല, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കൂല, നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മളെക്കുറിച്ച് ചിന്തിക്കൂല. എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യം തന്നെ ധാരാളം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മഹ്ശറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നരകത്തിന് മുകളിലുള്ള ആ ഒരു നേരിയ സിറാത്ത് അതിലൂടെ കടക്കേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്റ്റ് ചെയ്താൽ നമ്മുടെ ഈമാൻ ഖുവത്തുള്ളതായിട്ട് മാറുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. നല്ല ആളുകളുമായിട്ടാണ് നമ്മുടെ സൗഹൃദമെങ്കിൽ അവരിലുള്ള നന്മകൾ നമ്മിലേക്ക് കടന്നു വരും. ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടി നമ്മുടെ ഈമാൻ ശക്തിയുള്ളതായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മളെ ഈമാൻ ലൈഫാക്കുന്ന, ഉള്ള ഈമാനും കുറക്കുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളാണോ നമ്മളുടേത്? എല്ലാ സുഹൃത്തുക്കളെയും ഒഴിവാക്കണം എന്നുള്ളതല്ല പറയുന്നത്. അവരുടെ ആ ലൈഫായിട്ടുള്ള ഈമാനിലേക്ക് നമ്മൾ തരം താന്നു പോകരുത്. കൃത്യമായിട്ട് ഇസ്ലാമിക വസ്ത്രം ധരിച്ച നമ്മൾ പിന്നീട് ഈ ഒരു ഫ്രണ്ട്സിനെ സ്വീകരിച്ചതോടുകൂടി തട്ടം ഇടാൻ നമുക്കൊരു മടി, അല്ലെങ്കിൽ നിസ്കരിക്കാൻ നമ്മൾക്കൊരു മടി. ഇങ്ങനെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കുറയുകയാണോ ചെയ്യുന്നത്? അത് നമ്മൾ പരിശോധിക്കുക. നേരെ മറിച്ച് നമ്മൾ ഈ ഒരാളെ ഫ്രണ്ട്സായതോടുകൂടി നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കാൻ തുടങ്ങി, നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ അധികരിച്ചു, ഖുർആൻ പഠനം വർദ്ധിച്ചു. ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് സർക്കിളാണോ നമുക്കുള്ളത്? അപ്പോൾ നമ്മുടെ സുഹൃത്ത് വലയം ആരാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. അങ്ങനെ നല്ല സുഹൃത്തുക്കളാണ് എങ്കിൽ അവരിലുള്ള നന്മകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഈമാൻ ഖുവത്തുള്ളതായിട്ട് മാറുമെന്നുള്ളതാണ്. അതുപോലെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെയുമാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലതൊക്കെ എന്താണ്, കഴിഞ്ഞുപോയ കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പം മനസ്സ് തളരുന്നത് അധികവും ശക്തമായിട്ടുള്ള ഈമാനുള്ള ആളുകളാണെന്നെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ആ സമയത്ത് അവർക്കൊരു ടെൻഷനും ബേജാറൊക്കെ ഉണ്ട് എങ്കിലും പിന്നെ അവർ അതിനെയൊക്കെ തരണം ചെയ്യും. കാരണം അവർക്കതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്, ഈ കാര്യങ്ങൾ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത്, എൻ്റെ മക്കൾക്ക് രോഗം വന്നത്, അതുപോലെ തന്നെ എൻ്റെ സാമ്പത്തികാവസ്ഥ ഈ രീതിയിലായത്, എൻ്റെ ശാരീരികാവസ്ഥ ഇത് ഈ രീതിയിലായത്, ഇതൊന്നും ഞാൻ തീരുമാനിച്ചിട്ട് നടന്ന കാര്യമല്ല.
ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖദറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖദർ എന്താണോ അള്ളാഹു എനിക്ക് വിധിച്ചത് അതിൽ ഞാൻ പരിപൂർണമായിട്ടും സംതൃപ്തനാണ് എന്നുള്ള ആ ഒരു ബോധം, അത് നമ്മുടെ ഈമാനിനെ കൂവത്തുള്ളതാക്കും, നമ്മുടെ മനസ്സിനെയും കൂവത്തുള്ളതാക്കി മാറ്റുമെന്ന. അപ്പോൾ റിളയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇങ്ങനെ ഈ അള്ളാഹുവിൻ്റെ ഖദറിൽ നമ്മൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സ്വബറോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്വബറോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹുവിൻ്റെ ഖദർ ഇതാണ്, ഇതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവേ നീ എനിക്കിതിന് പ്രതിഫലം നൽകണേ എന്നുള്ള ആ ഒരു സ്വബർ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതോടുകൂടി, നമ്മുടെ കൽബിലുണ്ടാകുന്നതോടുകൂടി നമ്മുടെ ഈമാൻ കൂവത്തുള്ളതാകും, നമ്മുടെ മനസ്സ് കൂവത്തുള്ളതായിട്ട് മാറുമെന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഭാവിയിലുള്ള പലതിനെയും കുറിച്ചുള്ള ചിന്തകൾ, മക്കൾ ഇനി അവർ ഇന്ന കോഴ്സിന് ചേർന്നിട്ടുണ്ട്, അതിനിപ്പോൾ എവിടുന്നാ ഇനി പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മോളെ കല്യാണപ്രായമായല്ലോ എങ്ങനെ ഇനി കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ വീടിനെ കുറിച്ച്, അങ്ങനെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആശങ്കകൾ നമ്മിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകളുടെ മനസ്സ് തളർന്നു പോകും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഭരമേൽപ്പിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളുടെയും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് റാസിക്ക്. ഓരോ വ്യക്തിക്കും, മനുഷ്യനായാലും മൃഗങ്ങളായാലും വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളായാലും ഒക്കെ, അവക്കൊക്കെ ആവശ്യമുള്ളതെല്ലാം നൽകുന്നത് അള്ളാഹുവാണ്. ഈ കടലിലുള്ള വലിയ നീലത്തിമിംഗലം മുതൽ നമ്മുടെ ഈ ഹാളിലൂടെ ഇതിൻ്റെയൊക്കെ സൈഡിലൂടെ പോകുന്ന ഉറുമ്പുകൾക്ക് വരെ അന്നം നൽകുന്നവൻ അള്ളാഹുവാണ്. അവരുടെയൊക്കെ ശരീരത്തിന് ചലനശേഷി നൽകിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു എൻ്റെ കാര്യം, എൻ്റെ മക്കളുടെ കാര്യം, ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഇതൊക്കെ അള്ളാഹുവിന് പരിഹരിക്കാൻ കഴിയും. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു തവക്കുൽ ആ തവക്കുൽ നമ്മളിലുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തമാകും, നമ്മുടെ ഈമാൻ കൂവത്തുള്ളതായിട്ട് മാറും എന്നുള്ളതാണ്. മറ്റൊന്ന് റജാ ഉണ്ടാവണം, പ്രതീക്ഷയുണ്ടാവണം നമ്മൾക്ക്. ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അതൊക്കെ ശരിയായി നല്ല ഒരു അവസ്ഥ വരും. ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് മനസ്സിൻ്റെ ആ ഒരു തളർച്ച മാറും, നിരാശ അത് അകന്നു പോകും, കൂടുതൽ കൂവത്തുള്ളതായിട്ട് നമ്മുടെ മനസ്സ് മാറും എന്നുള്ളതാണ്. അതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം, ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹുവെ നീ പരിഹരിച്ചു തരണേ എന്നുള്ളത്. അപ്പോൾ ഈമാൻ കൂവത്തുള്ളതാകാൻ ഒരുപാട് മാർഗങ്ങളിൽ ചിലതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തുകൾ പഠിക്കുകയും അവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക. രണ്ട്, വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ആ ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക ചെയ്യുക. മൂന്നാമതായിട്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പ്രയാസങ്ങൾ അത് നമ്മൾ റിളയും സ്വബറും അതിലുണ്ടാവുക. വരാനിരിക്കുന്നതാണ് എങ്കിൽ അതിൽ അള്ളാഹുവിൽ കാര്യങ്ങളൊക്കെ തവക്കുൽ ചെയ്യുകയും പ്രതീക്ഷയുള്ളവരായിട്ട് നമ്മൾ മാറുക. അതോടൊപ്പം പ്രാർത്ഥനയും. ഇങ്ങനെയാവുന്ന സമയത്ത് ആ ലൈഫായിട്ടുള്ള ഈമാനിൽ നിന്ന് കൂവത്തുള്ള ഈമാൻ നമുക്കുണ്ടാവും. അങ്ങനെ കൂവത്തുള്ള മുഅ്മിനീങ്ങളായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. വഫീ കുല്ലിൻ ഹൈർ. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങളിലും ഹൈറുണ്ട്. അപ്പോൾ നമ്മുടെ ഈമാനിൻ്റെ അവസ്ഥ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ലോ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അതിനെ പവർഫുള്ളാക്കാൻ ഈ മാർഗങ്ങൾ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഇഹ്രിസ് അലാമാ യംഫക്. നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ തിരക്കുള്ള ആളായിട്ട് മാറണം എന്നുള്ളത്. അപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് അത് നമ്മുടെ സമയമാണ്. ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമുക്ക് ദുനിയാവിൽ ഉപകാരം കിട്ടണം, അതല്ലെങ്കിൽ ആഖിറത്തിൽ നമ്മൾക്ക് ഉപകാരം കിട്ടണമെന്നാണ്. ഈ രണ്ട് ലോകത്തും ഉപകാരം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലപിടിപ്പുള്ള സമയത്ത് നമ്മൾ പാഴാക്കരുത് എന്നുള്ളതാണ്. ഇഹ്രിസ് അലാമാ യംഫക്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, ഒരു തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടി, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി, അങ്ങനെ എന്തായാലും നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്. ഓരോ ദിവസം കഴിയും തോറും ഇന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ സമയം ചെലവഴിച്ചത്, ഞാൻ രാവിലെ ഇത്ര സമയം ഞാൻ ചെലവഴിച്ചു, അതിൽ എന്ത് ഉപകാരമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഈ ബസ്സിൽ വരുന്ന സമയത്ത്, അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക്, ബസ്സിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കാണും. ഈ കാഴ്ചകൾ കാണുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാം. ആ സമയം നമുക്കത് ഉപകാരപ്പെടുത്താൻ പറ്റും.
ആ വരുന്ന സമയത്ത് നമ്മൾക്ക് പ്രാർത്ഥനകൾ, ദിക്റുകൾ ഇതൊക്കെ നമുക്ക് ചൊല്ലാം. യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾക്ക് നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കുക, എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരാൾക്ക് അതിന് നമ്മൾക്ക് അവർക്ക് സഹായിക്കുക, ഒരു ഇരിക്കുന്ന ഈ ചെയർ അതെടുത്തൊന്ന് തുടക്കുക. അങ്ങനെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സമയവും ആരോഗ്യവും സാഹചര്യവും ഒക്കെ നമുക്ക് ഉപകാരമുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. വസ്തൈൻ ബില്ല, അടുത്തത് അതാണ് പറയുന്നത്, നീ അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ഉപകാരമുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊക്കെ നല്ല രീതിയിലാകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുക. നമ്മുടെ വ്യക്തി ജീവിതമായാലും ഇനി നമ്മളുടെ മക്കൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയായിട്ട് നല്ല ഒരു അവസ്ഥയിലെത്തണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വസ്തൈൻ ബില്ല, നീ അള്ളാഹുവിനോട് സഹായം തേടണം. വലാ തഅസസ്, നീ ഒരിക്കലും ദുർബലനായിട്ട് മാറരുത്, നീ തളർന്ന ഒരാളായിട്ട് മാറരുത്, നീ അലസനോ മടിയനോ ആയിട്ട് മാറരുത് എന്നുള്ളതാണ്. മറ്റുള്ള ഒരാൾ എന്തെങ്കിലും നമ്മളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് പരിഹസിക്കുമ്പോൾ, നമ്മളെക്കുറിച്ച് കുത്തുവാക്ക് പറയുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. അവരുടെ വാക്കുകൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയരുത്. ഒരാൾ നമ്മളെ പരിഹസിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തളർന്നാൽ അവർ വിജയിച്ചു, നമ്മൾ പരാജയപ്പെട്ടു. എന്നാൽ നമ്മൾ ആവേണ്ടത് എങ്ങനെയാണ്? ആര് എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, എനിക്കൊരു ജീവിത മാർഗമുണ്ട്. അവരുടെ വാക്കുകൾ അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും. അവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തരുത്. ആ ഒരു രീതിയിൽ നല്ല കൂവത്തുള്ള ഒരു കൽബിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. വലാ തഅസസ്, നീ ഒരിക്കലും തന്നെ ദുർബലനായിട്ട് മാറരുത്. വൈൻ അസാബക ഷൈഅൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു, നമ്മൾക്ക് ദുനിയാവിൽ ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ നമ്മൾ വിനിയോഗിച്ചു, നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെട്ടു. പക്ഷെ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ സമയത്ത് നീ ഒരിക്കലും എന്തു പറയരുത്? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ലേ. നീ വലാക്കിൻ കുൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, നീ പറയേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ ഒരു ഖദർ അനുസരിച്ചാണ് അതൊക്കെ സംഭവിച്ചത്. അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ച്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഫൈന്ന ലൗ തഫ്തൗ അമല ശൈത്താൻ, ലൗ എങ്കിൽ 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 എന്നുള്ള ആ വാക്ക് അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് വാതിൽ തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഒരു ഹദീസാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നമ്മുടെ ഈമാനും നമ്മുടെ മനസ്സും കൂവത്തുള്ളതായിട്ട് തീരേണ്ട കാര്യങ്ങളാണ് ഈ ഹദീസിൽ സൂചിപ്പിച്ചത്. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണം റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫിയാക്കണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റണേ റബ്ബേ. അള്ളാഹുവേ, വിവാഹപ്രായമെത്തിയവർക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ റബ്ബേ. അള്ളാഹുവേ, അവർക്കും ഞങ്ങൾക്കും ഹൈറായ ജീവിത സാഹചര്യം നൽകണേ അള്ളാഹ്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫിറത്തും റഹമത്തും നൽകണേ റബ്ബേ. അള്ളാഹുവേ, ദുആ കൊണ്ട് ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നീ മാറ്റിത്തരണേ റബ്ബേ. അള്ളാഹുവേ, ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിമീങ്ങൾക്ക് ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. السلام عليكم ورحمة الله.